ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പഴനി പോയപ്പോഴത്തെ കുറച്ച് ക്ലിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോസ് ആട്ടോ. അപ്പോൾ ഇത് വരുന്നത് കോഴിക്കോടാണ്, മേൽപ്പഴനി എന്ന് പറഞ്ഞത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അവിടുന്ന് നേരെ അമ്പലത്തിൻ്റെ റോട്ടിലോട്ട് കയറി, ആ കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അമ്പലത്തിൻ്റെ മുന്നിലെത്തുക. ഇവിടെയാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറി പോകണമെന്നാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാമേ. അപ്പോൾ ഇതാണ് നമ്മുടെ മേൽപ്പഴനി. എന്ത് ഭംഗിയാണ് നോക്ക് കാണാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ലേറ്റായി പോയിരുന്നു, അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. നിങ്ങൾ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോവുക, അപ്പോൾ നിങ്ങൾക്ക് തിരക്കും കുറവായിരിക്കും, അതേപോലെ നല്ല ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എടുക്കരുത് എന്ന്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്പ്, കാടിൻ്റെ നടുവിലൂടെ ആയിട്ട് ഈ സ്റ്റെപ്പ്. അവിടെ നല്ല വെയിലായതുകൊണ്ട് ഇതിലൂടെ നടക്കുമ്പോൾ നല്ല തണുപ്പായിട്ടുണ്ടാവുക, നല്ല രസം നടക്കാൻ. നിങ്ങളൊന്നും എന്തായാലും പോയി വെക്കണം കേട്ടോ, മിസ് ചെയ്യരുത്. നമ്മുടെ കോഴിക്കോട് തന്നെയാണല്ലോ. പിന്നെ അവിടെ മെയിനായിട്ട് മുരുകനുണ്ട്, പിന്നെ ശിവന്, പാർവതി, ഗണപതി, നാഗങ്ങൾ, അതേപോലെ അവിടെ വരുന്ന ഏതോ ഒരു ഗുരു ഉണ്ട്, ആ ഗുരുവിൻ്റെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ഗുരുക്കന്മാരതും, പിന്നെ പഴനി നടത്തുന്ന കുറേ പൂജകളൊക്കെ അവിടെ ഉണ്ട് തോന്നുന്നു. പിന്നെ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ചായയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ചായക്ക് സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവും, അതേപോലെ നാരങ്ങച്ചാറില്ലേ അതുമായിരുന്നു. പിന്നെ കട്ടൻ ചായയും. നാരങ്ങച്ചാറ് കുറച്ച് മധുരം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായിട്ടോ അത്. അപ്പം ഇവിടെ റോഡ് ഇറങ്ങിയ അപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. നിങ്ങൾ പോകുമ്പോൾ കുറച്ച് നേരത്തെ പോവുക, ഞങ്ങൾ നേരെ വേഗം ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. നല്ല വെളിച്ചമായിരുന്നു കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. സൂര്യൻ ഉച്ചയിൽ വന്ന് നിൽക്കുന്ന നേരത്തായിരുന്നു ഞങ്ങളവിടെ എത്തിയത് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും പോയി നോക്കണം, മിസ് ചെയ്യരുത്. കാരണം നമ്മുടെ കോഴിക്കോടാണുള്ളത്, അപ്പോൾ ഒരു വട്ടെങ്കിലും നമുക്ക് പോയി കാണാൻ പറ്റുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് റോഡ് കുറ്റിക്കാട്ടൂരിൽ പോകുമ്പോൾ 6 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ബോർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ റോഡിന് നേരെ ഒരു കുന്നാണ്, ആ കുന്ന് നേരെ കയറി ചെന്ന് നമ്മൾ ഡയറക്റ്റ് അമ്പലത്തിൻ്റെ അവിടെ എത്തും. അവിടെ നിന്ന് താഴോട്ടൊക്കെ നല്ല രസമാട്ടോ. പിന്നെ അവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നിങ്ങൾക്ക് വണ്ടിക്ക് ഇഷ്ടംപോലെ നിർത്തിയിടാം കേട്ടോ. പിന്നെ ആ ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് മെയിൻ റോഡിലേക്ക്. പിന്നെ അവിടെ നമുക്ക് ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരികയാണ്. വരുമ്പോൾ നമ്മൾ ആ ഇറക്കിറങ്ങുമ്പോൾ നമുക്ക് വയനാട് ചുരമൊക്കെ ഇറങ്ങുന്ന ഒരു ഫീല് കിട്ടും കേട്ടോ. കാരണം ആ വളവും ഇറക്കും ഒക്കെ ആയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ്. അതേപോലെ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പം കുറച്ച് നേരത്തെ പോകും, അപ്പോൾ തിരക്കൊക്കെ കുറയും കേട്ടോ. അപ്പോൾ പഴനിയൊക്കെ കാണുന്ന ആഗ്രഹമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോഴിക്കോട് വരിക, നമുക്കവിടെ പഴനി കാണാം. ഞാനിപ്പോൾ അടുത്ത് അറിഞ്ഞത് മേൽപ്പഴനി കോഴിക്കോട് ഉണ്ട് എന്ന്. അപ്പോൾ വന്നതാണ്. അപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്